ഫസ്റ്റ് ജാസ്മിൻ എന്തായാലും ഉണ്ടാവും. ജാസ്മിൻ, ജിൻറ്റോ, സിജോ, ഈ മൂന്നും ഞാൻ കറക്റ്റായിട്ട് പറയും. എനിക്ക് കൺഫേംഡ് ആണ്. നാലാമത് ഒരു പക്ഷേ മുകളിലിരിക്കുന്ന ദൈവം പൊളിക്കും എന്ന് പറയുന്ന പോലെ മുകളിലിരിക്കുന്ന ബിഗ് ബോസ് അത് പൊളിച്ചിരിക്കും. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും കറക്റ്റ് ടൈമിൽ ഒരു ടാസ്ക് കൊണ്ടുതരും. ആ ടാസ്ക് നമ്മുടെ സകല പ്ലാനെയും തരിപ്പണമാക്കുന്ന ടാസ്കുകളായിരിക്കും. അപ്പൊ ഞാനൊക്കെ ഇവിടെ നിന്ന് പറയാറ്, ദൈവമേ, ആകെ ഒരു കപ്പും 19 പേരും എന്ത് ചെയ്യും? ഇനിയിപ്പോ വേറെ രക്ഷയില്ലെങ്കിൽ നമുക്ക് ചായക്കപ്പ് എടുത്തോണ്ട് പോയാലോ? അതും ഒരു കപ്പാണല്ലോ. എന്തായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്നേഹിക്ക്. അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും എന്നെ കുറിച്ച് ആലോചിക്കാൻ തോന്നിയില്ല. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കോളിലൂടെയാണോ ഷെയർ ചെയ്യാൻ തോന്നുന്നത്? ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം വേർ ടു സ്റ്റോപ്പ്. പക്ഷെ അതിന് പകരം അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന്. അതല്ലെങ്കിലും ഗബ്രി അവിടെ പറഞ്ഞിരുന്നു, ഗെയിമിനെ ഞാൻ അവിടെ ഉപേക്ഷിച്ച് പോരാണ്. ഗെയിം ആയിരുന്നു അത്, ഗെയിം അവിടെ നിർത്തി ഞാൻ വന്നു. ഇനി ബാക്കിയുള്ളത് സ്വാഭാവികം. ക്യാമറ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറ കണ്ട കോൺഷ്യസ് ആവുന്ന ഒരാളാണ്. കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ചോറുണ്ണാൻ നേരത്തെ കറക്റ്റ് ആയിട്ട് ക്യാമറ വന്നാൽ നമ്മൾ ഇങ്ങനെ നിന്നുന്ന നമ്മൾ ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ അവര് പോകുന്നവരെ സംസാരിക്കുക, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കുക, എന്തെങ്കിലും ചെയ്യും. അത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെ കരഞ്ഞെന്ന് അറിയാൻ പാടില്ല. ഞാൻ പോകുന്നതിന് മുമ്പെങ്കിലും കുഞ്ഞ് അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഇപ്പോ മലയാളികൾക്ക് തരംഗമായി ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഷോ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബിഗ് ബോസ് ആണ് മലയാളത്തിൽ. അപ്പൊ അതിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള ശ്രീരേഖ ചേച്ചിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഗൈസ്, ഹലോ. ഹായ്. നമസ്കാരം. എന്താണ് വിശേഷം? നമസ്തേ. സുഖമായിട്ടിരിക്കണോ സ്നേഹ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടെ മഴയാണ്. മഴ തന്നെയാണ് ഇപ്പൊ എല്ലായിടത്തെയും വിശേഷം. മഴയാണ് വിശേഷം. പിന്നെ ബിഗ് അതെ, ബോസും. അതെ, ബിഗ് ബോസും കാണാം. രാത്രിയില് നല്ല സുഖമായിട്ട് ഇപ്പൊ 24/7 ഉള്ളതുകൊണ്ട് അതും ഇരുന്ന് കാണാം. പിന്നെ ബിഗ് അടിപൊളി. ബോസ് നമ്മള് മഴയും ആസ്വദിച്ച് ജോലിക്കൊക്കെ പോയി തിരിച്ചു വരാം, അത്രേ ഉള്ളൂ. ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ വിശേഷം അല്ലെ? അപ്പൊ എന്തായാലും അതെ, ബിഗ് ബോസ് ആണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോ ഓൾമോസ്റ്റ് എത്ര ആഴ്ച ചേച്ചി അവിടെ ഉണ്ടായിരുന്നു? ഞാൻ 63 ഡേയ്സ് ഉണ്ടായിരുന്നു. ഒരു 9 വീക്സ് ഐ തിങ്ക്. വീക്ക് ദാറ്റ് മീൻസ് മോർ ദാൻ 2 months അതെ, അല്ലേ? അതെ. 2 മാസം. എങ്ങനെ എങ്ങനെയാണ്? നമ്മളെല്ലാരും പറയും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ഒരുപാട് ആൾക്കാർ, പുറത്തിറങ്ങിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു ഉം. ലോകാണെന്ന് പറയുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം നമ്മള് പുറത്തു നിന്ന് എപ്പോഴും നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടാവും. അതെ, നമ്മളത് കണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ മനസ്സിൽ ഓ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് ചിലപ്പോൾ നല്ല ധാരണകൾ ഉണ്ടാവാം, ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാം. അതെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ അകത്തോട്ട് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും അവിടെ. അതെ, അതെ, ശരിക്കും അതെ. ഒരു വേറൊരു ലോകം തന്നെയായിരുന്നു ബിഗ് ബോസ്. ഇത്തവണത്തെ ബിഗ് ബോസ് വീട് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഒരു വീടല്ലേ? നല്ല ഭയങ്കര ഭംഗിയാണ്. ഭംഗിയാണ് ആ വീട് കാണാനായിട്ട്. ആ വീടിനകത്തേക്ക് എൻട്രി ചെയ്തപ്പോ തൊട്ട് എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും പറയാനുണ്ടായിരുന്നത് ആ വീടിന്റെ ഭംഗിയെക്കുറിച്ചായിരുന്നു. ഭംഗിയിലേക്ക് കേറി ചെന്ന് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് 19 കണ്ടസ്റ്റൻസും കൂടെ പതുക്കെ അത് പതുക്കെ. ശരിക്കും ഒരു ബിഗ് ബോസ് വീടാക്കി മാറ്റി. അപ്പൊ അതെ. ഭയങ്കര ചേഞ്ച് ആയിരുന്നു സ്നേഹ. നമ്മൾ കേട്ടതിനെ അപേക്ഷിച്ചിട്ട് ഭയങ്കര ഡിഫറന്റ് ആയിരുന്നു അവിടുത്തെ എക്സ്പീരിയൻസ്. ഇപ്പൊ ചേച്ചി, ഞാൻ സത്യം പറയുവാണെങ്കിൽ ബിഗ് ബോസില് നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പുകളായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പവർ പവർ ടീം, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ പീപ്പിൾസ് ടീമാണ് എന്നാൽ പോലും അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീമുകൾ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് അതെ. ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഡിഫറൻസിയേഷൻ ഉണ്ടാവും എന്നറിയാണ്ടാണ് കയറുന്നത്. അപ്പൊ ഫസ്റ്റ് അതെ. ടൈം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്തായിരുന്നു ചേച്ചിയുടെ മനസ്സിൽ വന്നത്? നമ്മള് ഫസ്റ്റ് ഡേയില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേയില് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് എല്ലാരും ഭയങ്കര അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കേറി ചെന്നപ്പോ എല്ലാ റൂമും അൺലോക്ക്ഡ് ആയിരുന്നു. ഈ ഒരു ഓക്കെ, പവർ റൂം ഒഴികെ. പവർ റൂം മാത്രം ലോക്ക്ഡ് ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ അന്ന് ഓക്കെ. ഞങ്ങൾ എല്ലാരും കേറി ചെന്നിട്ട് ഇത് നോക്കി നിന്നു പുറത്തുനിന്ന്. അപ്പൊ പുറത്തുനിന്ന് നോക്കുമ്പോ ആ ഭയങ്കര ഭംഗിയുള്ള ഒരു കട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ അകത്ത് ഭയങ്കര രസമുള്ള ചിത്രപ്പണികള്. അപ്പൊ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളി റൂമും പവർ റൂം ആണെന്ന് മനസ്സിലായി.
പവർ റൂമിന് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടെന്ന് തമ്മിൽ ഞങ്ങൾ പറയാനും തുടങ്ങി. പക്ഷെ അതുവരെ സർപ്രൈസ് ആയിരുന്നു. എന്താണ് പവർ റൂം എന്ന് ഞങ്ങൾക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞു, പവർ റൂമിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് കേറണം. അതെ. പിന്നെ അപ്പോ ഫസ്റ്റ് ഡേ തൊട്ട് തുടങ്ങി പവർ റൂം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു. പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, ഐഡിയ ഉണ്ടായിരുന്നില്ല എന്താണ് പവർ റൂം. എനിക്കാണ് ഫസ്റ്റ് പവർ റൂമിലേക്ക് കയറാനായിട്ടും പറ്റിയത്. പക്ഷെ പവർ റൂം ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ, ഇത്രയും മുറികൾ നോർമൽ മുറികളാണ്, ബാക്കി 3 മുറികളും നോർമൽ മുറിയായിരുന്നു. ഉം. ഡെന്ന്, ടണല്, നെസ്റ്റ്. ഈ അതെ. പവർ റൂം മാത്രം ഇത്രയും ഉണ്ടെങ്കിൽ അതിലേക്ക് കേറാനുണ്ടെങ്കിൽ ഇത്തിരി നല്ല കട്ടപ്പെട്ട പണിയായിരിക്കും, എന്തോ അതെ. അതിന്റെ പിന്നിൽ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ള ചിന്ത ഇല്ലാതിരുന്നില്ല. അതെ. കേറി കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടോ, താങ്കൾ വലിയ പണിയാണ്. വില അയ്യോ! കൊടുക്കേണ്ടി വരും പവർ റൂമിൽ കയറാൻ. അതെ. ഇപ്പൊ ചേച്ചി അതെ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കാണുമ്പോ ഉം. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡില് ഒന്നെങ്കിൽ ആ. തല്ല്, ഒന്നെങ്കിൽ ഉം. ചീത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ള കാര്യങ്ങളിൽ ലാലേട്ടൻ പറയും. പക്ഷെ ഞാൻ ഉം. ചേച്ചിയുടെ അടുത്ത് ലാലേട്ടൻ അങ്ങനെയുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. ഉം. കാരണം ചേച്ചി അതുപോലത്തെ ഒരു ഇൻസിഡന്റ് അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഉം. തന്നെ നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് ചേച്ചിയുടെ മെയിൻ ആയിട്ട് ഞാനൊരു ബിഗ് ബോസ് ഓഡിയൻസ് കാണുന്ന ഒരു ഓഡിയൻസ് എന്ന നിലയിൽ ഞാൻ ചേച്ചിയുടെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചേച്ചിയുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ലെവലായിരുന്നു. ഇപ്പൊ ശ്വേത ചേച്ചി ഉം. വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാബു ചേട്ടൻ ആയാലും ഇവരൊക്കെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ അതിനെ എത്ര ഭംഗിയാക്കുക എന്നുള്ളതായിരുന്നു ചേച്ചിയുടെ മെയിൻ. അപ്പോൾ ഉം. ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് ചേച്ചി ഒരുപാട് സ്ട്രാറ്റജീസ് എടുക്കുന്നു, അല്ലെങ്കിൽ ലവ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ ലവ് ട്രാക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് വരുന്നു. ചേച്ചി മനസ്സിൽ ബിഗ് ബോസ് ഹൗസിലോട്ട് കയറിയ സമയത്ത് എന്താണ്, ഇപ്പൊ ഞാനായിട്ട് ജെന്യുവൻ ആയിട്ട് നിൽക്കണം എന്നായിരുന്നോ, അതോ അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റീവ് ആയിട്ട് എന്റെ ടാസ്കുകളൊക്കെ മര്യാദയ്ക്ക് ചെയ്യും, അനാവശ്യമായിട്ടുള്ള തല്ലിലൊന്നും ഞാൻ കയറി ഇടപെടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ചേച്ചി കയറിയത്? ഞാൻ നമ്മള് നേരത്തെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മൈൻഡിൽ ആലോചിച്ച അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പോലെ അല്ല ബിഗ് ബോസ് ഹൗസ് എന്ന് ഫസ്റ്റ് ഡേ തന്നെ മനസ്സിലായി. അതെ. അവിടെ കേറി ചെന്നപ്പോ ബാക്കി 18 പേരും ബിഗ് ബോസിൽ അരച്ച് കലക്കി എല്ലാരും കുടിച്ചു പഠിച്ചു വന്നേ വന്നിട്ട്. അതെ. പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഞങ്ങൾ പറയണ്ടായിരുന്നു, നിങ്ങൾ വന്നത് എന്തിനാ, അപ്പൊ ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീമ്പളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടെ കണ്ടപ്പോ ഉള്ള ധൈര്യം പമ്പ കടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആഹാ. പിന്നെ ഇവരുടെ സ്ട്രാറ്റജീസ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ത് ഗെയിമാണ് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കി എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ. അതെ. അപ്പൊ സ്നേഹ കണ്ടു കാണുമല്ലോ, വന്ന ദിവസം തൊട്ട് പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് തൊട്ട് ബഹളത്തോട് സത്യം ബഹളം. പറഞ്ഞ ചേച്ചി ഞാൻ പറയാം, എനിക്ക് ആ, ആദ്യത്തെ ആഴ്ചയിലത്തെ ഈ സീസൺ 6ത്തെ ബിഗ് ബോസ് കണ്ടപ്പോ ഓ. ഇപ്പൊ നടക്കേണ്ട പ്രശ്നങ്ങൾ പോലെയാണ് എനിക്ക് അപ്പൊ നടന്നു തുടങ്ങിയത്. ഐ ആ, മീൻ ഈ അന്ന് ഒരു അതേ സമയത്ത്. തോന്നലായിരുന്നു. സെയിം തോന്നലായിരുന്നു സ്നേഹ, എനിക്കും അല്ലെങ്കിൽ അവിടെയുള്ള പല കണ്ടസ്റ്റൻസിനും. ഞങ്ങൾക്ക് അതെ. എന്തിനായിരുന്നു എന്ന് മനസ്സിലായില്ല. നമ്മൾ പലതും പലരിടത്തും നിൽക്കാണ്. പുതുതായിട്ട് വന്നതിന്റെ ഒരു പകപ്പും ഒരു ടെൻഷനും അതെ. ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ അടി തുടങ്ങി. അടി തുടങ്ങിയപ്പോ എല്ലാരും ഞെട്ടി, അയ്യോ അടി തുടങ്ങിയോ എന്നുള്ള രീതിയിലായിരുന്നു. വന്നതും അടി എന്നുള്ളത് ഭയങ്കര ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ വേറൊരു ബിഗ് ബോസ് സീസണിലും കണ്ടിട്ടുമില്ല ഇങ്ങനെ വന്നപ്പോഴേ ഒരു അടി. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്പരപ്പായിരുന്നു. എന്തിനാ അടി എന്ന് ചോദിച്ചാൽ ഒന്നിനും അടിയില്ല. എന്നാ അടി ഉണ്ടോന്ന് ചോദിച്ചാൽ അടിയുടെ ബഹളമായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി അടി ഉണ്ടാക്കിയ പോലെ അല്ലെ, എന്തെങ്കിലുമൊക്കെ ആ, ആ, ഉണ്ടാക്കണം അതിന് വേണ്ടി. ആ. അല്ലെ? അപ്പൊ അപ്പൊ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അതായിരിക്കും, അതൊരു സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ. അതെ. ഒന്ന് നമ്മള് രജിസ്റ്റർ ആകുക അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു അടിയായിട്ടാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായത് അതാണ്. ഞാൻ സത്യത്തില് അവിടെ ചെന്ന് പവർ റൂമിലേക്ക് എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല സ്നേഹ. ഫസ്റ്റ് ഡേ അവിടെ ചെന്ന് നിന്ന് ആഹ് എല്ലാവർക്കും നമുക്ക് ഈ പവർ റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അൻസിബയാണ് എനിക്ക് കിടക്കാൻ കുറച്ച് സ്ഥലം തന്നു. ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ആയപ്പോ ആരൊന്നും മിണ്ടല്ല, എല്ലാരും ഗൗരവത്തിൽ നിൽക്കുക. കാരണം എല്ലാവരുടെയും മനസ്സിൽ എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ക്യാമറ കണ്ടസ്റ്റൻസ് സ്പേസ് എങ്ങനെ എങ്ങനെ, കിട്ടും? ക്യാമറ സ്പേസ്. അപ്പൊ ഈ പറയുന്ന ക്യാമറ ആദ്യം നോക്കുമ്പോ എവിടെ നോക്കിയാലും ക്യാമറാസ്. ഈ ക്യാമറാസിനെ ഒന്ന് പരിചയപ്പെടാൻ തന്നെ എനിക്ക് കുറച്ച് സമയം എടുത്തു. ഞാൻ ചെന്ന് മിണ്ടി നോക്കി, കൊള്ളാലോ, നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ തിരിയുന്നുണ്ടോ, എല്ലാം വർക്കിംഗ്, അടിപൊളിയായിട്ട് വർക്കിംഗ് ആവുന്നുണ്ട്. അതെ. അപ്പോ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല്, നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും എന്ത് സ്ട്രാറ്റജി നമ്മൾ ചെയ്താലും
ഈ മുകളിലിരിക്കുന്ന ദൈവം പൊളിക്കും എന്ന് പറയുന്ന പോലെ മുകളിലിരിക്കുന്ന ബിഗ് ബോസ് അത് പൊളിച്ചിരിക്കും. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും കറക്റ്റ് ടൈമിൽ ഒരു ടാസ്ക് കൊണ്ടുതരും. ആ ടാസ്ക് നമ്മുടെ സകല പ്ലാനെയും തരിപ്പണമാക്കുന്ന ടാസ്കുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പ്ലാനിങ് അല്ലെങ്കിൽ ഒരു പ്രീ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ട്രാക്ക് ഉണ്ടാക്കുക. നമ്മൾ അതെ. എങ്ങനെയായിരിക്കണം എന്ന് സ്നേഹ പറഞ്ഞ പോലെ നമ്മൾ വഴക്കുകളിൽ ഇടപെടണോ അല്ലെങ്കിൽ വഴക്കുകളിൽ ഇടപെടണ്ടേ, നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മൾ പോവേണ്ടത് എന്നുള്ളൊരു അത് മാത്രം നമുക്ക് ഗെയിമിനെ സംബന്ധിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ ക്യാരക്ടർ വൈസ് ഞാൻ ഫുൾ ഓൺ ഗെയിമിൽ എങ്ങനെ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഗെയിമിനെ മറ്റുള്ളവർ സമീപിക്കുന്ന എല്ലാവരും സമീപിക്കുന്ന ഭയങ്കര സീരിയസ് ആയിട്ട് എങ്ങനെ കപ്പ് കൊണ്ടുപോകും. അപ്പൊ ഞാനൊക്കെ അവിടെ നിന്ന് പറയാറ്, ദൈവമേ ആകെ ഒരു കപ്പും 19 പേരും എന്ത് ചെയ്യും, ഇനിയിപ്പോ വേറെ രക്ഷയില്ലെങ്കിൽ നമുക്ക് ചായക്കപ്പ് എടുത്തോണ്ട് പോയാലോ, അതും ഒരു അതെ. കപ്പാണല്ലോ എന്നൊക്കെ അതെ. പറഞ്ഞ് ഞങ്ങൾ കോമഡി പറയായിരുന്നു. അത്രയും സീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോബായിരുന്നു. അവരുടെ ഒരു സ്ട്രാറ്റജി എന്താണ്, പിന്നെ അതനുസരിച്ച് നമുക്ക് പ്ലേ ചെയ്യാം. എന്നാൽ നമ്മൾ ഒട്ടും ഡൗൺ ആവാനും പാടില്ല. അവര് പോകുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ഒപ്പം ആ സ്പേസ് മനസ്സിലാക്കി നമ്മളും ഗെയിമിലേക്ക് ഇറങ്ങാന്ന് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഞാൻ വഴക്കുകൾ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല, സത്യമാണ്. എനിക്ക് ഇതുവരെ വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. ആ, ഉം. അത് സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെ കേട്ടോ. ഞാൻ മാക്സിമം അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലൊന്നും ഇല്ല. എന്നാൽ ഏറ്റവും ദേഷ്യക്കാരി ഞാനാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ എങ്ങനെ എന്നെ കൺട്രോൾ ചെയ്ത് അവിടെ നിന്നൂന്ന്. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അതും പറയുമല്ലോ. നമുക്ക് അതെ. എങ്ങനെ നമ്മളെ നിയന്ത്രിക്കാൻ പറ്റുംന്ന്. ഞാൻ അതിലായിരുന്നു സ്നേഹ ശ്രദ്ധിച്ചത്. വഴക്കുകളില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ നമ്മൾ കാണുന്ന പോർഷൻസ് വളരെ കുറവായിരിക്കും. അവിടുത്തെ വഴക്കുകൾ ചിലപ്പോ 2 ഡേയ്സോ 3 ഡേയ്സോ ഒക്കെ മിണ്ടാണ്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള വഴക്കുകളൊക്കെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മൾ പുറത്ത് വരുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. കുറച്ച് പോർഷൻസേ വരുള്ളൂ. ഈ വഴക്കുകൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കിടന്ന് പറയാണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രം ഒന്നോ രണ്ടോ തവണ പറയുക. അവരെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും. എടുക്കട്ടെ. അതെ. അതിലായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. അല്ലാതെ നമ്മൾ ഒരു അരോചകമായിട്ട് ചെന്ന് സ്ക്രീൻ സ്പേസ് എടുക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്റെ സ്ട്രാറ്റജി അതായിരുന്നു. നമ്മൾ അരോചകമാക്കാതിരിക്കുക. അതെ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റിവിറ്റിയിലേക്ക് തിരിഞ്ഞു. നമുക്ക് അതൊരു എങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അതെ. താങ്ക് യു ഡിയർ, താങ്ക് യു. നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അത് അതെ. നമുക്ക് എങ്ങനെ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാം എന്നായിരുന്നു പിന്നെ ഞാൻ ചിന്തിച്ചത്. അതെ. അടിപൊളിയായിരുന്നു ചേച്ചി. കാരണം എനിക്ക് പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ സിബിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒരു ഉവ്വ് ആക്ട് ഉവ്വ്. ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു ആ തമിഴത്തെ ഓഹ്! ഇരുന്ന് താങ്ക് കരയാന്ന് യു. പറഞ്ഞാലുണ്ടല്ലോ ചേച്ചി സത്യമായിട്ടും നമ്മള് താങ്ക് യു. അതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഉവ്വ്. ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. അവിടെ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും അത് പാർട്ട് ഓഫ് എ ഗെയിം ആണെന്ന് മനസ്സിലാക്കാൻ കുറെ ആൾക്കാർക്ക് പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. പക്ഷെ ചേച്ചി ഉവ്വ് അത് ഉവ്വ്. മനസ്സിലാക്കി അതിന്റെ ഒരു പെർഫോമൻസ് ചെയ്തെന്ന് പറഞ്ഞാ വളരെ കാര്യം. കാരണം എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കൂടുതലും എങ്ങനെ ചേച്ചി ഇതുപോലെ കരയാനും ഇതിലൊക്കെ ഗ്ലിസറിൻ ഒന്നും ഇല്ലാണ്ട് കരയാനൊക്കെ പറ്റണേ എന്നുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്നറിയോ സ്നേഹ? നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ടാലന്റ് നമുക്ക് തിരിച്ചറിയാൻ കിട്ടുന്ന അവസരങ്ങളാണിത്. അതെ. ഓഡിയൻസ് ഉണ്ട്. ഉം. ഓഡിയൻസ് അവിടെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റന്റ്സും ഉണ്ട്. ഉം. അതിനപ്പുറം നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഉം. ഒരാൾക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യം പ്ലാറ്റ്ഫോം കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അതെ. അങ്ങനെ തീർച്ചയായിട്ടും. നോക്കുമ്പോൾ കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് എനിക്ക് തോന്നി. നമ്മുടെ ആ കിട്ടുന്ന പ്ലാറ്റ്ഫോമില് നമുക്ക് നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ടാലന്റ്സും കൂടെ മനസ്സിലാക്കാനായിട്ട് ആൾക്കാര് ശ്രമിക്കും. അതെ. അപ്പോ ആ അവസരത്തില് എങ്ങനെ അവരിലേക്ക് കണക്ട് ആകാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെ കരഞ്ഞേന്ന് അറിയാൻ പാടില്ല. പക്ഷെ അത് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നൊക്കെ പറയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചേച്ചി. ഒരു പ്രാക്ടീസ് വേദിയിലൂടെയായിരുന്നു എനിക്കത്. നമുക്ക് മുമ്പിലിരിക്കുന്ന ആളുകളുടെ റിയാക്ഷൻ അവിടെ അപ്പൊ തന്നെ കിട്ടുന്നുണ്ട്. അതെ. ഫ്രണ്ട്സിന്റെ, ഇപ്പൊ കണ്ടസ്റ്റന്റ്സിന്റെ. ചേച്ചി ഞാനൊരു ഡൗട്ടായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓ. ആം, ഇപ്പം ഇങ്ങനത്തെ ആക്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആഹ്, ഉം. ചേച്ചി തന്നെയാണോ ഈ സ്റ്റോറി ബോർഡും പെട്ടെന്ന് മനസ്സിലോട്ട് ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നത്? ഇപ്പൊ ഞാൻ ആ. സ്പോണ്ടേനിയസ്ലി ഞാൻ ചേച്ചിയുടെ അടുത്ത് ഒരു കാര്യം പറയുവാണ്. ചേച്ചി ഇങ്ങനത്തെ ഉം. ഒരു ആക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്ത് ചെയ്യും? ചെയ്ത് കാണിച്ചു ചെയ്യും. തരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു സംഭവം എനിക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റുമോ? പിന്നെന്താ? ചെയ്യാൻ പറ്റും. അത് എനിക്ക് ടിക്ടോക്കീന്ന് കിട്ടിയ ഒരു ഒരു വലിയൊരു കാര്യാണ്. ഞാൻ ആ. ഒരു ടിക്ടോക്കർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഓക്കെ. ആ സമയത്ത്
നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഇതായിരുന്നല്ലോ. ടിക്ടോക്കിൽ നമുക്ക് അതെ, ടൈം ലിമിറ്റ് അത്രയല്ലേ ഉള്ളൂ. അതെ. 60 അങ്ങനെ സെക്കൻഡ്. എനിക്ക് 60 സെക്കൻഡ് അതുകൊണ്ട് കിട്ടിയ ഒരു 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 നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അവിടെ ഒരു ഡയലോഗും ഞാൻ സ്ക്രിപ്റ്റ് എഴുതി പറഞ്ഞതല്ല. അവിടെ ഒന്നാമത് പേനയും പേപ്പറും നമുക്ക് അലൗഡ് അല്ല. 2 എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. ഇപ്പൊ സ്നേഹ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് സത്യമാണ്. സ്നേഹയ്ക്ക് ഇപ്പൊ ഒരു കാര്യം മനസ്സിലൊരു കാര്യമുണ്ട്. അത് എന്നോട് പറയുകയാണെങ്കിൽ എനിക്കത് ചെയ്ത് കാണിക്കാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് പറ്റും. ആണ് കേട്ടോ. പറ്റും. ഓക്കെ. ഇപ്പോ ചേച്ചി ഞാനിപ്പോ ഭയങ്കര ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരാളാന്ന് വിചാരിക്കൂ. ഞാൻ ഭയങ്കര ഉം. സങ്കടത്തിലിരിക്കുക. ഉവ്വ. അപ്പം ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഓക്കെ. ആ. അപ്പൊ എന്റെ സങ്കടം കണ്ടിട്ട് ചേച്ചിക്ക് അത് എന്താ പറയാ മനസ്സിലോട്ട് എടുക്കാൻ പറ്റണില്ല. അപ്പൊ എന്റെ ആ ഒരു വിഷമം ഞാൻ ഷെയർ ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ അതില് അതെന്തിനെ ചേച്ചി കുറിച്ചാണെന്ന് എങ്ങനെയായിരിക്കും? പറയാമോ? എന്തോ? അതെന്തിനെ കുറിച്ചാണ് ആ സങ്കടം എന്ന് പറയാമോ? ഫോർ ഇപ്പൊ എക്സാമ്പിൾ. ഞാൻ പറയുവാണ് ഇപ്പൊ ഒരു പ്രേമനൈരാശ്യമായിട്ട് ഇരിക്കുന്ന ഒരാളാന്ന് വിചാരിക്കൂ. അപ്പൊ ഞാൻ ഓക്കെ. അല്ലെങ്കിൽ എന്റെ വീട്ടില് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഇരിക്കുന്ന ഒരാളാന്ന് വിചാരിക്കൂ. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്ന് പറയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ ശ്രീരേഖയുടെ അടുത്ത് വന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് എന്റെ പ്രോബ്ലംസ്. അതിലെന്നെ കൺസോൾ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ചേച്ചി കരയുന്ന കണ്ടിട്ടുണ്ട്, ചിരിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ ഒരു മൊമെന്റിൽ എങ്ങനെയായിരിക്കും ചേച്ചി എന്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാം? അപ്പൊ ഞാനത് ആ റെസ്പോൺസ് എങ്ങനെയായിരിക്കും ഇപ്പൊ കാണിക്കണം. അതല്ലേ യെസ്, പരീക്ഷണമല്ലേ? ഓഫ് കോഴ്സ്. യെസ്. ആ വെല്ലുവിളി ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ സങ്കടത്തിലാണ്. തുടങ്ങാം. അയ്യോടാ, ആ ഫേസിൽ പറയ്. സങ്കടം ഒന്നാമത് ചേരണില്ല. 2, നീ എന്തിനു സങ്കടപ്പെട്ടിരിക്കണ സ്നേഹ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ ഞാൻ കാണാനുള്ള വഴി ഉണ്ടാക്കിയായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് വന്നേനല്ലോ 2 ദിവസത്തിനുള്ളിൽ. നീ ഇപ്പോഴാണോ പറയണേ? എനിക്ക് 2 ദിവസം മുമ്പേ തോന്നിയായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്നേഹയ്ക്ക് ഇത്രയും ചെറിയൊരു പ്രശ്നം അത് ഈ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദിവസമായിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്നേഹിക്ക്. അതെ. അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും എന്നെ കുറിച്ച് ആലോചിക്കാൻ തോന്നിയില്ല. അപ്പൊ ഇപ്പൊ ഈ വീഡിയോ കോളിലൂടെയാണോ ഷെയർ ചെയ്യാൻ തോന്നുന്നത്? പറ്റാത്തൊരു അതാണോ അവസ്ഥയായി വേണ്ടേ? പോയി. ചീത്ത അതെന്താ പറയല്ലേ സ്നേഹ? ചേച്ചി? അപ്പൊ നീ ചീത്ത എനിക്ക് എങ്ങനെയാ ചീത്ത പറയാൻ I'm your best friend, yeah. I'm your best friend, ചീത്ത yeah. പറയണ പോലെ നീ ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ഞാൻ അങ്ങനെയല്ലേ നിന്റെ ഫ്രണ്ട് ആയിട്ടല്ലേ I'm your best എനിവേസ് friend. എനിക്കറിയാം. എന്നോട് പറയാത്തതെന്താ? ഇനി പ്രശ്നം പറഞ്ഞിട്ട് പോയാൽ മതി സ്നേഹ. വാട്ട്സ് യുവർ പ്രോബ്ലം ആക്ച്വലി? ചേച്ചി പറ്റിപ്പോയി ചേച്ചി. അയ്യോടാ, ക്യൂട്ടിഫൈ. താങ്ക് യു, ആ താങ്ക് യു. വിഷയം നമ്മൾ സോൾവ് ചെയ്തിരിക്കും. അതെ, നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു, മാറ്റി വെച്ചു. നമ്മൾ എന്തായാലും കഴിഞ്ഞു. അതെ, ചേച്ചിയുടെ പെർഫോമൻസിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അടിപൊളിയാണെന്നുള്ളത്. അപ്പോ ഞാൻ ഈശ്വരാ. എനിക്ക് എന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇത് മാറ്റി വെക്കാം. ആ അല്ല, അതെ, ഞാനത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ, എനിക്ക് എന്തും അതെ, പറയാലോ. അപ്പൊ അവിടെ അത് ഇരുന്ന് പറയാം. ചിരിക്കുന്നു, ചിരിക്കൊടുക്ക. അതെ, എനിക്ക് പറ്റുന്നില്ല. എനിവേസ് ഓക്കെ. ചേച്ചി നമുക്കൊരു കാര്യം ചെയ്യാം. ആം, ആ. നമുക്ക് കമ്മിങ് ബാക്ക് ടു ബിഗ് ബോസ്, നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ പുറത്തും അകത്തും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഉം. ഇപ്പൊ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ നടക്കണേക്കാളും വലിയ സംഭവങ്ങളാണ് അല്ലേ? അതെ. ഇപ്പൊ ഉം. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ കാര്യമാണെങ്കിൽ പോലും അവര് പുറത്തിറങ്ങി കഴിഞ്ഞാലാണ് എന്താണ് ഈ ഒരു സംഭവം എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ഇൻ ഉം. ബിറ്റ്വീനില് ജാസ്മിന്റെ ഇപ്പൊ ഫാമിലി റൗണ്ട് ഉണ്ടായിരുന്നു. ഫാമിലീസ് എല്ലാം വന്നിട്ടുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു. വീക്ക് ഉം. ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ആ സമയത്ത് എല്ലാവരെയും സ്പെഷ്യൽ ആയിട്ട് വീട്ടുകാർ വന്ന് സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ തന്നെ ലാസ്റ്റ് റസ്മിന്റെയും അതുപോലെ തന്നെ ജാസ്മിന്റെയും പേരൻസ് വന്നിട്ട് ജാസ്മിന്റെ അച്ഛൻ വന്നിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകണതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ ഈ ഒരു സമയത്ത് ചേച്ചിയുടെ മനസ്സിൽ ചേച്ചി ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലിരുന്ന സമയത്ത് ഈ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എന്തായിരുന്നു ചേച്ചിയുടെ ഒരു ഒരു പെർസ്പെക്റ്റീവ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതില് നമുക്ക് പയ്യെ പയ്യെ നമ്മളുടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പരിധി വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ രണ്ടുപേരുടെയും ഒരു അതെ, റിലേഷൻഷിപ്പിനെയും അവർ കാണിക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ
വീട്ടില് വഴക്ക് ലാൽ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മാമ ഒരു മാറ്ററിനായിരുന്നു. അതെ. പക്ഷെ ഞാൻ ചിന്തിച്ചത് രണ്ടുപേരും ഗ്രോൺ അപ്പ് ആളുകളാണ്. ഒരു ഗെയിമിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലൊരു സ്ട്രാറ്റജി ഉണ്ടാവാം. അതെ. പക്ഷെ ആ സ്ട്രാറ്റജി അത് പുറത്തുനിന്നുള്ള ഔട്ട്കമ്മിനെ ഫേസ് ചെയ്യാനായിട്ട് അവർ പ്രിപ്പയർ ആയിട്ട് ചെയ്തതാണോ? ഞാൻ അതാണ് ചിന്തിച്ചത്. അത് നമുക്ക് അവരുടെ ഒരാളുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ആരുമല്ല അതിനെക്കുറിച്ച് പറയാനോ അവരുടെ തീർച്ചയായും. ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മളെ അത് ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം നമ്മൾ ഇന്റർഫിയർ ചെയ്യണോ നമുക്കതിൽ കാര്യമില്ല. നമ്മളെ എപ്പോഴെങ്കിലും നമ്മുടെ ഗെയിമിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഗെയിമിനെയോ പൊതുവായി ബാധിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു അഭിപ്രായം അവിടെ വാലിഡ് ആവുന്നത്, അല്ലെ? ഞാൻ കാണുമ്പോൾ ഇവരുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്കിടയിൽ എന്തായാലും അത് ഓക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യാം, ലെറ്റ് us സോർട്ട് ഔട്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു അവർക്ക്. അപ്പോ മറ്റുള്ള ആളുകളിൽ നിന്നും ഉള്ള ഒരു 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 മാറിയിരുന്ന ഒരു സംസാരമോ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറത്ത് കണ്ടിട്ടുള്ളത്. ഞാൻ ഫുൾ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഷോർട്സ് ഒക്കെയാണ് കുറച്ച് കാണുന്നത്. എസ്പെഷ്യലി എന്റെ ഷോർട്സ് തന്നെ ഞാൻ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാഭാവികം. സ്വാഭാവികം. അപ്പോ ഇവരെ കുറിച്ചുള്ള ചർച്ചകളും ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളും വന്നപ്പോ തന്നെ നമുക്ക് ഫാമിലി ഇടയ്ക്ക് പിന്നെ ജാസ്മിന്റെ അച്ഛന് സുഖമില്ല എന്നുള്ളൊരു രീതിയിലുള്ള അതെ. എപ്പിസോഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ കുട്ടി ഭയങ്കരമായിട്ട് ബ്രേക്ക് ഡൗൺ ആയി. രണ്ടുപേരും ഗബ്രിയും അതെ ജാസ്മിനും അതെ ബ്രേക്ക് ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് കുറച്ചുകൂടി അങ്ങോട്ടൊക്കെ അവരോട് അടുത്ത് നമുക്ക് സംസാരിക്കാനായിട്ട് തോന്നിയത്. അവരൊന്ന് ഹെൽപ്പ് ചെയ്യാനൊന്ന് കൺസോൾ ചെയ്യാൻ. നേരത്തെ ഞാൻ സ്നേഹ കൺസോൾ ചെയ്ത പോലെ. പക്ഷെ വഴക്കൊന്നും ഇട്ടില്ല കേട്ടോ. വളരെ അതെ. സ്നേഹമായിട്ട് കൺസോൾ ചെയ്യാൻ ശ്രമിച്ചു. ആ സമയത്തും അവർക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ലാൽ സാറിന്റെ എപ്പിസോഡിൽ ഒരു ക്ലാരിറ്റി ഇല്ല. ആ ക്ലാരിറ്റി എന്ന് പറയുന്ന സാധനം എനിക്ക് തോന്നിയത് ആ കുട്ടികൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ്. അല്പം കൂടി ശ്രദ്ധിച്ച് ഞങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ റിലേഷൻ എന്നറിയാം, അതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം വേർ ടു സ്റ്റോപ്പ്. പക്ഷെ അതിന് പകരം അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണ്. അപ്പൊ ആ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്നാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ വന്നതെന്ന് എനിക്ക് തോന്നി. തുടങ്ങിയത്. ആ ക്ലാരിറ്റി ഇല്ലായ്മ, ആ ക്ലാരിറ്റി ഇല്ല എന്നൊരു സെന്റൻസ് അത്രത്തോളം അവർക്ക് രണ്ടുപേരുടെയും ആ ഒരു റിലേഷൻഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതെ. അതിന്റെ ആഫ്റ്റർ എഫക്ട് ഫാമിലിയെ ബാധിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സംസാരം അവിടെ ബിഗ് ബോസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സുഖമില്ലാണ്ടായി ജാസ്മിന്റെ അത്ത. അപ്പൊ ആ ടൈമിലൊക്കെ അത് അവർ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കണ്ടസ്റ്റൻസും കൺസേൺഡ് ആയിരുന്നു അവരുടെ കാര്യത്തില്. ഇനി എന്താണ്, ഇനി എങ്ങോട്ടാണ്? അപ്പോഴും അവർ രണ്ടുപേരും അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവർ കോൺഫിഡന്റ് ആയിരുന്നു. അവർ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തില്ല. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അതിലൊരു ചിലപ്പോൾ ഒരു പക്ഷെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവാം എന്നൊരു സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. ഞങ്ങൾ അങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ അത്രയും കോൺഫിഡന്റ് ആയിട്ട് അവർ മുമ്പോട്ട് പോകില്ല. പക്ഷെ ആ ഒരു അവർക്കിടയിലുള്ള ഒരു കോൺഫിഡൻസ് പുറത്തേക്ക് വന്നില്ല, ആളുകളിലേക്ക് എത്തിയിട്ടുമില്ല. ആളുകൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ക്ലാരിറ്റി അത്യാവശ്യമാണ്, അല്ലെ? ഓഡിയൻസ് എന്ന് അതെ. പറയുമ്പോൾ അതിലൊരു തീർച്ചയായിട്ടും. ക്ലാരിറ്റി ദേ ഡിസേർവ്സ് ഇറ്റ്. അവർക്ക് വേണം, ഒരു ഓഡിയന് ഒരു ക്ലാരിറ്റി വേണം, അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ആ തീർച്ചയായും. ക്ലാരിറ്റി കൊടുക്കാൻ അവർക്ക് പറ്റാത്തതാണ് ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ മാത്രമായിരിക്കില്ല, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അതാണ് വിചാരിക്കുന്നത്. പിന്നെ പ്രതീക്ഷിക്കാവുന്നത് എന്ന് പറയുന്നത് ഫാമിലിയുടെ ഒരു പൊട്ടിത്തെറി ഒഴിവാക്കുക. അതാണ് കഴിഞ്ഞ ദിവസം വന്നപ്പോ എനിക്ക് ഫാമിലി, ഞാൻ ഒരു എപ്പിസോഡ് വന്നതിന് ശേഷം കണ്ടിട്ടുണ്ടായിരുന്നില്ല, കാണാൻ പറ്റിയിരുന്നില്ല സ്നേഹ. പക്ഷെ ഇത് ഞാൻ സമയമെടുത്ത് ഞാൻ കണ്ടു. ഞാൻ ലൈവ് കണ്ട ഒരു പോർഷനാണ്. പിന്നെ ജാസ്മിന്റെ അച്ഛൻ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറെ തിങ്സ് ഒക്കെ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് മകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് മെന്റലി അവളെ സപ്പോർട്ട് ചെയ്തു, ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തു. എനിക്കത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. തിങ്സ് എടുത്തതല്ല, അല്ലാതെ സപ്പോർട്ട് ചെയ്തത്. അതെ. ആസ് എ ഫാദർ അതൊരു ആസ് എ അങ്ങനത്തെ ഒരു ഫാദർ, കാര്യം അല്ലേ? അതെ. അതെ, അദ്ദേഹം ചെയ്തത് നല്ല കാര്യമാണ്. പിന്നെ റസ്മിനുമായിട്ട് ജാസ്മിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അവരിനി പുറത്തിറങ്ങിയിട്ട് എന്താണ് എങ്ങനെയാണ്? ഗബ്രി ഏതായാലും എവിക്റ്റഡ് ആയല്ലോ. ഞാൻ ഗബ്രിയെ മീറ്റ് അതെ. ചെയ്തിരുന്നു. ഉം. ഗബ്രിയുടെ ലൈഫില് ഗബ്രി മുമ്പോട്ട് പോവാണ്. ഗബ്രി ഹാപ്പി ആണെന്ന് തോന്നുന്നു ഇപ്പൊ. ഭയങ്കര ചേഞ്ച് ആയി. അതല്ലെങ്കിലും ഗബ്രി അവിടെ പറഞ്ഞിരുന്നു, ഗെയിമിനെ ഞാൻ അവിടെ ഉപേക്ഷിച്ച് പോരാണ്. ഗെയിം ആയിരുന്നു, അത് ഗെയിം അവിടെ നിർത്തി ഞാൻ വന്നു എന്ന്. ഇനി ബാക്കിയുള്ളത് വി ആർ ഓൾസോ വെയിറ്റിംഗ്. എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ.
അതെ. കാരണം ചേച്ചി ഞാന് സുരേഷ് ഏട്ടന്റെ അടുത്ത് മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഉവ്വ് ഉവ്വ്. അപ്പൊ ആള് ഉം. എവിക്റ്റ് ആയതിന് ശേഷം ആള് വന്നപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത്, സ്നേഹ ഞാൻ സത്യമായിട്ടും അതില് കണ്ടത് ഫസ്റ്റ് വീക്ക് തന്നെ ഇവര് രണ്ടുപേരും ഇതിനെക്കുറിച്ച് സംസാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണേന്നാ. ഉം. ഞാൻ കണ്ടു ചേച്ചി ഒരുപാട് കണ്ടസ്റ്റന്റ്സ് സംസാരിക്കുന്നത് ഉം. പ്ലാനിങ് ചെറുതായിട്ട് തെറ്റി അതിൽ വീണുപോയ ഒരവസ്ഥയാണ് ഇവർ തമ്മിൽ ഉണ്ടായേ എന്നുള്ളൊരു കോൺസെപ്റ്റ്. മനസ്സിലായോ? അത് അത്തരം ചേച്ചി സംസാരങ്ങൾ അതിലെന്താണ്? അവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഉണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട്. ഞാനും കേട്ടിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് പറഞ്ഞതും കേട്ടിട്ടുണ്ട്. അവർ സംസാരിക്കുമ്പോൾ ഞാനും അവിടെ അവരുടെ കൂടെ ഇരുന്ന് ചായ എന്തെങ്കിലും കുടിക്കുന്ന സമയത്ത് ഞാനും ഡയറക്റ്റ് എനിക്കിത് കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ടോക്ക് അവിടെ ഉണ്ടായിരുന്നു പൊതുവെ. കാരണം ഒരു നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു കംഫർട്ട് സ്പേസ് വേണം. അല്ലെങ്കിൽ അതെ. നമുക്ക് അവിടുത്തെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും. അതവിടെ പോകുന്നതിന് മുമ്പ് പൊതുവെ എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് നമുക്കൊരു കംഫർട്ട് സ്പേസ്. അതൊരു സ്ഥലമാവാം, ഉം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ഗെയിമേഴ്സ് ആണ്. അതിൽ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും ആ ഫ്രണ്ട്ഷിപ്പ് അവസാനം വെട്ടി 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 ഒരേ ഒരാൾ നിൽക്കും. അപ്പൊ അതേ ഒരു പ്ലാനിങ്ങോട് കൂടിയാണോ ഇവര് വന്നതെന്ന് പല കണ്ടസ്റ്റൻസും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തോന്നുന്ന കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുമുണ്ട്. അതിനെ പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ ഉൾപ്പെടെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ പേഴ്സണലി നിങ്ങൾ തമ്മിൽ എന്താണ് അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അല്ലാതെ നിങ്ങളുടെ ഗെയിം അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ സ്ട്രാറ്റജി അത് മറ്റുള്ളവരുടെ ഗെയിമിനെ ബാധിക്കും. അത് ബാധിക്കാതെ നിങ്ങൾ കൊണ്ടുപോകുക. അതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റ് കണ്ടസ്റ്റൻസിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതെ. ഫേവറിസം അത് വരാം. നമുക്ക് ഗെയിമിനെ സംബന്ധിച്ച് ഞാൻ അവരുടെ അടുത്ത് എനിക്കൊരു അല്പം അകൽച്ച ഫീൽ ചെയ്ത ഒരു കാര്യം, ഞാൻ ഫേവറിസത്തിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും എനിക്ക് അവരുമായിട്ട് പ്രശ്നങ്ങളില്ല. ഫേവറിസം എന്നൊരു കാര്യം ഗെയിമിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗബ്രിയ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുക, ജാസ്മിൻ അതെ. ഗബ്രിയെ ക്യാപ്റ്റൻ സപ്പോർട്ട് ആയിട്ട് ഇരിക്കുമ്പോ പവർ ടീമിലേക്ക് ആ സെലക്ട് ചെയ്യുക. അതെ അതെ. ക്യാപ്റ്റൻ അങ്ങനത്തെ ആയിട്ടിരിക്കുമ്പോൾ സംഭവങ്ങൾ അല്ലേ? സെലക്ട് ചെയ്യാം. അതെ അതെ അതെ. അപ്പൊ ആ അതെ. സമയത്ത് ഞാൻ അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഫേവറിസം ഞാൻ രണ്ടുപേരെയും നോമിനേറ്റും ചെയ്തിട്ടുണ്ട് എന്റെ പേരിൽ. ഫേവറിസം കാണിക്കുന്നു എന്ന പേരിൽ. ഫേവറിസം കാണിച്ചു കഴിയുമ്പോൾ അത് ആ ബന്ധങ്ങൾ അവർ തമ്മിലുള്ള എന്തോ ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവാം, ക്ലോസ് റിലേഷൻഷിപ്പ് ആവാം, അത് ഗെയിമിനെ അഫക്ട് ചെയ്ത് തുടങ്ങിയെന്ന സമയത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ആ ടൈമിലായിരുന്നു ഇവർ പ്ലാൻ ചെയ്തതാണോ? അന്ന് സുരേഷ് ഏട്ടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സുരേഷ് ഏട്ടനും ഒക്കെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുള്ളൊരു ഇത് അവിടെ സംസാരം ഉണ്ടായിരുന്നു സ്നേഹ. എനിക്ക് പേഴ്സണലി ചേച്ചിയുടെ അടുത്ത് ചോദിക്കണം എന്ന് ആഗ്രഹമുള്ളത് ജിൻഡോനെ കുറിച്ചാണ് കേട്ടോ. ഓ. എല്ലാവരും പറയുന്നത് ഇദ്ദേഹം ഒരു ആഹ്, നല്ലൊരു ഗെയിമർ ആണെന്നാണ് പുറത്തെല്ലാവരും പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാ ആള് ഉം. അടിപൊളിയായിട്ട് ഇങ്ങനെ കളിച്ച് 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 അതിനുശേഷം ആള് പ്രശ്നങ്ങളിലോട്ടൊക്കെ ഇൻവോൾവ് ആയതിനു ശേഷം പതുക്കെ ആളെ തന്നെ ഒരു ഓക്കെ ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു പൊട്ടനെ പോലെ കാണിക്കുന്നു എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് ചെയ്യുന്നത് കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട്. പുറത്തുള്ള ആൾക്കാർ ആളെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? അദ്ദേഹം ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണോ? ഹി ഈസ് എ വെരി സ്ട്രോങ് കണ്ടസ്റ്റന്റ്. കാരണം ഹി നോ വാട്ട് ഹി ഈസ് ഡൂയിങ്. അതാണ് അതെ. ഒരു കണ്ടസ്റ്റന്റിന്റെ ഒരു അത് ഇപ്പൊ എന്ത് തന്നെ ആയാലും അതൊരു കണ്ടസ്റ്റന്റിന്റെ എബിലിറ്റി ആണ്. അതെ. അത് അദ്ദേഹത്തിന്റെ പ്ലാനിങ് ആണ്. ആ അതെ. പ്ലാനിങ്ങില് അത് അത് ഗെയിമിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് ജിൻഡോയെന്ന് പേഴ്സണലി അറിയില്ല. ഉം. സോ അങ്ങനെയാണോ, ആ ആൾ അങ്ങനെയാണോ എന്ന് സംശയം തോന്നും നമുക്ക്. അതല്ല ഇനി ഗെയിമിന് വേണ്ടിയിട്ടാണോ, അതാണ് എനിക്ക് തോന്നുന്നത് ഒരു നല്ല പ്ലെയറുടെ ഒരു സ്ട്രാറ്റജി അതായിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആള് വളരെ ഇപ്പൊ സ്ട്രോങ് ഇപ്പൊ ആയിട്ട്. അടുത്ത് ചേച്ചി ഞാൻ കണ്ടതാണ്. ആം, ഓ. ഈ നമ്മളുടെ എന്താ പറയാ എത്രാമത്തെ സ്ഥാനത്തിലാണ് നിൽക്കണ്ടേന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ഓ. ടാസ്ക് പോലെയായിരുന്നു അത്. പക്ഷെ ജിൻഡോ അത് ഫസ്റ്റ് തന്നെ പോയി നിന്നു. ആള് അത് ഡിസേർവിംഗ് ആണെന്ന് ആള് പറയുന്നു. പക്ഷെ മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാവരും പറയുന്നത് ഇല്ല. താൻ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? താൻ ഇവിടെ എന്ത് എന്ത് ചെയ്തിട്ടാണ് എല്ലാത്തിനും പ്രശ്നങ്ങളിൽ മാത്രം ഇൻവോൾവ് ആവുന്ന ആള്. അതിനെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആള് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. പേഴ്സണലി ആസ് എൻ ഓഡിയൻസ് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആളുടെ ഒരു സ്ട്രാറ്റജി ആണെന്നുള്ളത്. മനസ്സിലായോ? ഈ സ്ട്രാറ്റജി ആ, എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ചേച്ചി. എനിക്ക് തോന്നുന്നു ഇത് ബിഗ് ബോസിന്ന് തീർച്ചയായിട്ടും. വന്നൊരു വാക്കാണ്. അല്ലേ? അതെ അതെ അതെ. സ്ട്രാറ്റജി അങ്ങനത്തെ ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ? അപ്പം ചേച്ചിയുടെ പേഴ്സണൽ ഒരു ഗ്രഡ്ജ്, ഫ്രസ്ട്രേഷൻ.
ഇതൊക്കെ എവിടെന്ന് വരുന്നു? ആരിതൊക്കെ പഠിപ്പിച്ച്? ആസ് എൻ ആർട്ടിസ്റ്റ് എന്താണ് ചേച്ചിയുടെ തന്നെ മുന്നോട്ട് കാണുന്നത് എന്താണ്? മുന്നിലോട്ട്. ആ ഞാൻ ഞാൻ അഭിനയിച്ച സമയത്തും എന്റെ ചിത്രങ്ങൾ റിലീസായ സമയത്തും എനിക്ക് കിട്ടിയ ഒരു മേ ബി അതൊരു അഡ്വാൻറ്റേജ് ആവാം അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് ആവാം. എന്നെ ഞാനായിട്ട് ആരും കണ്ടിട്ടില്ല. എന്നെ എന്റെ ക്യാരക്ടേഴ്സിലൂടെ കുറച്ച് പേർക്ക് അറിയാമായിരിക്കാം. എന്റെ ക്യാരക്ടേഴ്സിന്റെ പേരിലാണ് ഞാൻ അറിയപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോ വെയിൽ മൂവിയിലെ ക്യാരക്ടർ ആയാലും ശരി, ഡിയർ പപ്പിയിലെ ക്യാരക്ടർ ആയാലും ശരി, ആളുകൾക്ക് ആ ക്യാരക്ടർ അറിയാം. പക്ഷെ അത് ചെയ്ത ഒരു ആർട്ടിസ്റ്റിന്റെ പേര്, നമ്മുടെ സ്വന്തം പേര് അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്റെ പേരെന്താന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷെ അയ്യോ പേരറിയില്ല. അപ്പോ ഇവിടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും ഈ ഷോയിലേക്ക് വരാൻ പറ്റില്ല. കാരണം ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കാം. പക്ഷെ അതെ. അവിടെ വേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ രീതിയിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ പേര് ഉൾപ്പെടെയാണ് ഇപ്പം എല്ലാരും വിളിക്കുന്നത്. അപ്പോ ആസ് ആൻ ആർട്ടിസ്റ്റ് അത് എന്നെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ അറിയപ്പെടുന്നു എന്നുള്ളത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് അത്രയും സന്തോഷവും അത്രയും കോൺഫിഡൻസും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ കാണുന്ന ഒരു വലിയൊരു ചേഞ്ചും വലിയൊരു മാറ്റവും. ഉം. മുൻപ് നമുക്ക് ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ലിമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എല്ലാ മനുഷ്യർക്കും. നമ്മളൊരു പൊതുവേദിയിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവേദിയിൽ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ആരും നമ്മളുടെ വീടുകളിൽ പെരുമാറും. നമ്മൾ തീർച്ചയായിട്ടും. ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, അവനവന്റെ വീട്ടില് അവനവന്റെ ബെഡ്റൂമിൽ എത്തിയാൽ അതാണ് ശരിക്കുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടർ ആ ബെഡ്റൂം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാറി. സെയിമാണ് ബിഗ് ബോസിലും. നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും നമ്മുടെ വീടല്ല. അവിടെ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, മര്യാദ. മാനേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. അതെ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് എടി എനിക്കൊരു ചായ കൊണ്ടുവന്നെടി എന്ന് എനിക്ക് എന്റെ പെങ്ങളോടോ എന്റെ സഹോദരിയോടോ അല്ലെങ്കിൽ ഫ്രണ്ടിനോടോ പറയാൻ എനിക്ക് പറ്റില്ല. അതെ. പറയാൻ തീർച്ചയായിട്ടും. പറ്റില്ല. അപ്പൊ അവിടെ എത്രയൊക്കെ ആൾക്കാര് അത് നമ്മൾ ഗെയിം അല്ല ഞങ്ങളായിട്ടാണ് നിക്കണേന്ന് പറഞ്ഞാലൊന്നും നിക്കാൻ പറ്റില്ല. അതാണ് ഒരു അപ്പൊ ഗെയിം. ആ പറയണതാണ് അതാ ഒരു ഗെയിം. ആ പറയുന്നത് അത് എന്റെ വീടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു ഗെയിമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്, ക്യാമറ കണ്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറ കണ്ട കോൺഷ്യസ് ആവുന്ന ഒരാളാണ്. കല്യാണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ചോറുണ്ണാൻ നേരത്ത് കറക്റ്റ് ആയിട്ട് ക്യാമറ വന്നാൽ നമ്മൾ നമ്മൾ ഇങ്ങനെ താഴെ വെച്ചിട്ട് ഇങ്ങനെ അവര് പോകുന്നവരെ അതെ. സംസാരിക്കുക അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കുക, എന്തെങ്കിലും ചെയ്യും. അത് മനുഷ്യന്റെ പൊതു സ്വഭാവമാണ്. ആ അതെ. തീർച്ചയായിട്ടും. നമ്മള് ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാണ്ട് വലിച്ചു വാരി ഇങ്ങനെ തിന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുവോ? ഇല്ല. നമുക്ക് നമ്മളായിട്ട് ബിഹേവ് ചെയ്യുന്നതിനൊരു അങ്ങനെ ഒരു ഇരിക്കുന്നുണ്ടെങ്കിൽ ബിഹേവിയർ വരേണ്ടി തോന്നുന്നു വരും. ചേച്ചി, അതും ഒരു അവര് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയായിരിക്കും. ഓക്കെ, എനിക്കിതെന്റെ വീടായിട്ട് കാണിക്കുന്നു എന്നുള്ളതും അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമ്മള് വീട്ടില് നിക്കണ പോലെ നമ്മള് നടക്കോ? നമ്മള് വീട്ടില് എന്ത് തലകെട്ടും കെട്ടി ചിലപ്പോ പിന്നെ നമ്മള് സെറ്റില് ഇങ്ങനെ കിടന്ന് എനിക്ക് വീട്ടിലൊരു സെറ്റ് ഉണ്ട് ടിവി കാണാനായിട്ട്. അതുപോലെ എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഏത് ഏത് കൂതറ വേഷാണെങ്കിലും നമ്മൾ അതിൽ പോയിരിക്കും. സൂപ്പർ വേഷായിരിക്കും. ചിലപ്പോ 3ഓ 4ഓ വർഷം ഇഞ്ചി കീറി ഒരു സ്ഥിരം അതെ. ഉടുപ്പുണ്ടാവും നമ്മള് വീട്ടിൽ ചെല്ലുമ്പോ അതെ. ഇടാനായിട്ട്. അതുണ്ട്. അതൊന്നും അവിടെ ആരും അത്തരം വേഷങ്ങൾ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇൻക്ലൂഡിങ് മീ. സോ അതെ. അത് അതിനെ ശരിയാണ്. ഗെയിമായിട്ട് കാണുന്നു. അതൊരു ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ സ്നേഹ ചോദിച്ച ചോദ്യം അതാണ്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണെങ്കിൽ പോലും എനിക്ക് കിട്ടിയ ഒരു സന്തോഷം, നമ്മളെ കൂടുതൽ പേര് ഐഡന്റിഫൈ ചെയ്തു. നമ്മളെ കൂടുതൽ പേര് റിലേറ്റ് ചെയ്തു. നിങ്ങൾ നന്നായിട്ട് കളിച്ചു. നന്നായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ട് നന്നായിരുന്നു. അപ്പൊ എനിക്ക് എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അതാണ് ഞാൻ കാണുന്ന ഒരു പോസിറ്റിവിറ്റി അവിടെ. അതെ. എനിക്കതാണ് ഞാൻ ഫീൽ ചെയ്തത്. സത്യമായിട്ടും ഓണസ്റ്റ്ലി ചേച്ചിയുടെ അടുത്ത് പറയാം. ഉം, എനിക്ക് ചേച്ചിനെ നേരിട്ട് കണ്ടിട്ട് ഈ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എനിക്ക് ചേച്ചിനെ ഒന്ന് ഐ മിസ്ഡ് കെട്ടിപ്പിടിച്ച് ഇറ്റ്. പറയണം. എന്തോ? ഐ മിസ്ഡ് ഇറ്റ്. ഞാനിങ്ങനെ ചേച്ചിനെ കെട്ടിപ്പിടിച്ച് പറയണമെന്ന് വിചാരിച്ചു. ചേച്ചിയുടെ ആക്ടുകളൊക്കെ അടിപൊളിയാണ്. അതുകൊണ്ട് ഇനി ഞാനൊരു താങ്ക് യു. ആക്ട് ഇതാക്കിയതും, അതുപോലെ തന്നെയാണ് എന്റേന്ന് കയ്യിന്ന് പോയതും, എനിക്ക് ചിരി നിർത്താൻ പറ്റാഞ്ഞതും. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചേച്ചിയുടെ അടുത്ത് ഇപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഓക്കെ. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിന്റെ ഇടയില് ചേച്ചി എന്നെ ഒന്ന് മനസ്സിൽ തൊടിയിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് പെർഫോം ചെയ്ത് കാണിച്ചു തരുമോ? അപ്പം ഞാൻ തീം ഒന്നും പറയുന്നില്ല. ഞാൻ ചെയ്യുന്നതിന് സ്നേഹം മനസ്സിലായിക്കോ.
എന്താ തീം? ഓക്കെ. ഓക്കെ, ഇത് ഫോണാണേ. ഉം. ഹലോ, ശരിക്കും? അയ്യോ, ഫൈനലി ഉറപ്പല്ലേ? അല്ല, പറഞ്ഞോളൂ. ഇത്രയും വലിയൊരു ഗ്രേറ്റ് ന്യൂസ് കിട്ടുമ്പോഴത്തേക്കും അതിനപ്പുറത്തേക്ക് വേറൊരു സന്തോഷം ഇല്ലല്ലോ മാം. ഓക്കെ, ഞാൻ ഹസ്ബൻഡ് ആയി കൊടുക്കാം. ഓക്കെ മാം, സംസാരിച്ചോളൂ. മാം ആണ്, ഒന്ന് എടുത്തിട്ട് പറയൂ, എന്താന്ന് പറയൂ. എന്താ? എന്ത് പറഞ്ഞേ? ആ, നമുക്ക് വീട്ടിൽ ഇന്ന് തന്നെ പോണം കേട്ടോ. ഇത് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷാവും. എന്താ അങ്ങനെ ഒരു ഡൗട്ട്? അതിപ്പോ ക്യാൻസർ പേഷ്യൻസിന് എന്താ അമ്മയാവാൻ പറ്റില്ലേ? അത് പറയല്ലേ. ഞാൻ പോകുന്നതിന് മുമ്പെങ്കിലും നമ്മുടെ കുഞ്ഞ് പറ്റില്ലേ? തലമുടി കൊഴിഞ്ഞോട്ടെ, നമുക്ക് ട്രീറ്റ് ചെയ്യാലോ. ഇത് വേണ്ടത് അല്ലേ? ലൈഫിൽ ഒരു അർത്ഥമില്ലാണ്ടായിപ്പോ. എനിക്കിപ്പോ പോട്ട് ജീവിക്കാൻ പറ്റുന്നു. ഉള്ള ദിവസം ഞാൻ അതിനെ കണ്ടോട്ടെ. ഒരു വർഷം എനിക്കുണ്ടാവില്ലേ? ഒരു വർഷം, അത് മതി. എന്റെ പറഞ്ഞോ? കണ്ണ് എന്റെ കണ്ണ് നിറഞ്ഞു. സോറി. അയ്യടാ, അടിപൊളി. താങ്ക് യു. ചേച്ചിയുടെ പെർഫോമൻസ് ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഇനിയും അടിപൊളിയായിട്ട് പോട്ടെ ചേച്ചി. എനിക്ക് ചേച്ചിനെ നല്ലൊരു കെട്ട് പിടിച്ചിട്ട് ചേച്ചിക്ക് ഒരു ഉമ്മ തന്നിട്ട് പറയണം, യു ആർ അടിപൊളി മാൻ എന്ന് പറയണമെന്നുണ്ട്. എനിവേസ് താങ്ക് യു. എനിവേസ് ഇതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പെർഫോമൻസുകളുമായിട്ട് ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു, അതിനും കഴിഞ്ഞ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരണം. എന്തായാലും ഫിനാലേക്ക് എന്തായാലും ബിഗ് ബോസിലേക്ക് തിരിച്ചു പോകണല്ലോ അല്ലെ? പിന്നെ ഫിനാലേക്ക് പോയിട്ട് ഇനി പോകാനായിട്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്, വെയിറ്റിംഗ്. ഇനിയിപ്പോ ചേച്ചിയുടെ മനസ്സിലിപ്പോ ഇപ്പൊ ഉള്ള കണ്ടസ്റ്റൻസില് ഒരു ടോപ്പ് 5 വരാൻ പോകുന്ന ആൾക്കാർ ചേച്ചിയുടെ ഒരു ഇതിൽ ആരായിരിക്കും? ടോപ്പ് 5 5 പേര്. ടോപ്പ് 5 നമ്മൾ ഓരോ ദിവസത്തെ പ്രഡിക്ഷൻ, ഞാൻ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ടോപ്പ് 5. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആണ് ഇപ്പോ. ആദ്യത്തെ ഒരു അതെ 2-3 പേരെ നമുക്ക് ചിലപ്പം ഓക്കെ ആയിരിക്കാം. പക്ഷെ ഫൈനൽ 5ലേക്ക് ഒരു 3-4-5 ഒക്കെ റേഞ്ച് മാറിയും മറിഞ്ഞും തന്നെയാണ്. കാരണം എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ആരാണ് എന്താണ്, ഞാൻ അതിലുള്ളിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതെ അതിലുള്ളില് നമ്മൾ ഇവരൊക്കെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്ത് കണ്ടിട്ടുണ്ട്. അതെ പുറത്തേക്ക് ചിലപ്പോ അത്രയും ഉണ്ടാവില്ലായിരിക്കാം, ആ ഒരു അതെ ഇമ്പാക്ട് വന്നിട്ടുണ്ടാവാം. അപ്പൊ എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഫസ്റ്റ് ജാസ്മിൻ എന്തായാലും ഉണ്ടാവും. ജാസ്മിൻ, ജിൻറ്റോ,
സിജോ. ഈ മൂന്നും ഞാൻ കറക്റ്റായിട്ട് പറയും. എനിക്ക് കൺഫേംഡ് ആണ്. നാലാമത് ഒരുപക്ഷെ അർജുൻ, ഒന്നുകിൽ സായി അല്ലെങ്കിൽ ശ്രീതു. ഒരു കേറാനുണ്ട്. ആ ഒരു അത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ് അതെ. വന്നിട്ടുള്ളത് എന്തായാലും എനിക്ക്. ഫസ്റ്റ് പറഞ്ഞ 3 പേര് എന്തായാലും ടോപ്പ് 5 ഉണ്ടായിരിക്കും. അവര് 3 പേരും കൺഫേംഡ് ആണ്. എനിക്ക് ഈ 3 പേരുടെയും കാര്യത്തിൽ കൺഫർമേഷൻ ഉണ്ട്. ബാക്കി മാറിയും മറിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. നാലാമത് വേണമെങ്കിൽ നമുക്ക് അർജുനെ ആഡ് ചെയ്യാം. അർജുൻ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ ഗെയിമേഴ്സ് ഇപ്പൊ ഉള്ള എല്ലാവരും അതിൽ ഇഞ്ചോട് ഇഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേരൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. പക്ഷെ ഒരു 5 എന്ന് പറയുന്ന പൊസിഷനിലേക്ക് നമുക്ക് ഒരു 3, 4, 5 ഒക്കെ സംശയം തന്നെയാണ്. എല്ലാം അടിപൊളി പ്ലേയേഴ്സ് ആണ്. എന്തായാലും ചേച്ചിയുടെ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റ് ആവട്ടെ. എന്തായാലും നമ്മള് കുറേ നേരം സംസാരിച്ചു, ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു. ഇനി എന്തായാലും ചേച്ചിക്ക് വരാൻ പോകുന്ന ഒരുപാട് പ്രൊജക്ട്സുകൾ നമുക്ക് കാണും. നമ്മളെന്തായാലും ഇനി ശ്രീരേഖ എന്നുള്ള ഒരു പേരിൽ തന്നെയായിരിക്കും നമ്മളെല്ലാവരും ചേച്ചിയുടെ പെർഫോമൻസുകളും സിനിമകളും എല്ലാം കാണാൻ പോകുന്നത്. ആർട്ടിസ്റ്റ് ആസ് എൻ അതെ. ആർട്ടിസ്റ്റ് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ക്യാരക്ടറും ഓർത്തിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ചേച്ചിയുടെ പേരും നമ്മുടെ മനസ്സിൽ, ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും, മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലൊരു സംശയമില്ല. ഇനി എന്തായാലും ഒരുപാട് സിനിമകൾ വരട്ടെ, ഒരുപാട് പെർഫോമൻസുകൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊതിക്കുകയാണ്. ഓക്കെ, ഓ, അപ്പോ താങ്ക് യു സ്നേഹ. എന്തായാലും അതെ, അപ്പൊ എന്തായാലും നമുക്ക് കാണാം. യാ, കാണാം ഡിയർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ ലവ് മച്ച് യു. ചേച്ചി, ചേച്ചിയുടെ താങ്ക് യു. ഒരു സമയം നമുക്ക് വേണ്ടി തന്നേര്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ടു യു ടു. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.